ദൈവത്തിൻ്റെ സ്തുതി. ഒരിക്കൽ കൂടി തിരുപ്പിറവിയുടെ പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദ് പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ആ പൂർത്തീകരണം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അരങ്ങേറുമ്പോൾ മാനവികതയ്ക്ക് പുതിയ ഒരു മുഖഛായ ക്രിസ്തുവിൻ്റെ പിറവിയിലൂടെ, ക്രിസ്തു നൽകുന്ന സമാധാനത്തിലൂടെ ലോകത്തിന് മുഴുവനും പ്രദാനം ചെയ്യുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന സ്വർഗീയ സന്ദേശം എത്രമാത്രം ആശ്വാസത്തോടു കൂടിയാണ് ലോകം കാതോർത്തത്. നിശ്ചയമായിട്ടും പിറവിയുടെ പെരുന്നാൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവം തരുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ശൂന്യവൽക്കരണത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സൗന്ദര്യം നമുക്ക് പിറവി പെരുന്നാളിൽ കാണാൻ സാധിക്കണം എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ഇന്ന് അനേകർക്ക് ഒരു വിദൂര സ്വപ്നമാണ്. അങ്ങനെയുള്ള ഇടങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ, സഹജീവികൾ, അവരിലേക്ക് എത്രമാത്രം ക്രിസ്തു നൽകുന്ന സമാധാനം, സന്തോഷം നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നിൻ്റെ ലോകം ചിന്തിക്കേണ്ടുന്നത്. രക്ഷകനായ ക്രിസ്തു നൽകുന്ന ശാന്തി മനുഷ്യ മനസ്സിൽ വസിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ സമാധാനവും സ്വാതന്ത്ര്യവുമായി മാറ്റപ്പെടുന്നത്. ആ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ക്രൈസ്തവരെന്നുള്ള നിലയിൽ ക്രിസ്തു അധിവസിക്കുന്ന ആലയങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ട് സമൂഹമധ്യത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. നീതിയിൽ അധിഷ്ഠിതമായൊരു സമാധാനം, നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി, നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം, ഇതാണ് ക്രിസ്തു വിഭാവനം ചെയ്തതും ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിലൂടെ യേശുക്രിസ്തു നിറവേറ്റിയതും. ആ രക്ഷാ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ അതിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ പിറവി പെരുന്നാളിലൂടെ പിറവിയെടുക്കുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോ ക്രൈസ്തവനും കഴിയുമ്പോൾ അവിടെയാണ് മതങ്ങൾക്കും ജാതിക്കും വിഭാഗീയതയ്ക്കും ചിന്തകൾക്കും കളറിനും രാജ്യങ്ങൾക്കുമൊക്കെ അതീതമായിട്ടുള്ള ദൈവികമായ ശാന്തിയുടെ പ്രാഭവം എല്ലാവരിലേക്കും ചെന്നെത്തുന്നത്. കാലിത്തൊഴുത്ത് ക്രിസ്തുവിൻ്റെ ആത്മപരിത്യാഗത്തിൻ്റെ പര്യായമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഈ വിനയപ്പെടലിലൂടെ, താഴ്മപ്പെടലിലൂടെ ലോകത്തിന് വെളിപ്പെട്ടു കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ധൈര്യം, ഒരു ഉറപ്പ് കിട്ടുന്നത്? ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നുമാണ്. യഥാർത്ഥത്തിൽ തിരുപ്പിറവി ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം കൂട്ടായിരുന്ന് ആ കൂട്ടായ്മയിലൂടെ സുമനസ്സുകളുടെ ലോകം സൃഷ്ടിക്കുവാൻ, സുമനസ്സുകളുടെ സമൂഹം മെനഞ്ഞെടുക്കുവാൻ, അങ്ങനെ ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും അനേകരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും.
ആഘോഷങ്ങളും ചമയങ്ങൾക്കുമൊക്കെ അപ്പുറമായി മനസ്സിൻ്റെ വികാസം, മനസ്സിൻ്റെ രൂപാന്തരീകരണം, ഈ രൂപാന്തരീകരണം എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ആത്യന്തികമായ സന്ദേശം. ആ ഒരു ഹോപ്പ്, അതിലൂടെയുള്ളതായ ഒരു മാറ്റം, ആ പ്രക്രിയയിലൂടെ പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹവും സാന്ത്വനവും അനേകരുമായി പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വർണ്ണനാതീതമായ തിരുപ്പിറവിയുടെ അനുഭവത്തിലൂടെ അനേകർക്ക് സഞ്ചരിക്കുവാൻ ഈ വർഷത്തെ പെരുന്നാൾ എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബായ സുറിയാനി സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമാധാനത്തിൻ്റെ പെരുന്നാൾ, പ്രതീക്ഷയുടെ പെരുന്നാൾ, പുതുക്കത്തിൻ്റെ പെരുന്നാൾ ഏവരിലും ക്രിസ്തു അനുഭവമുള്ളവരാക്കി മുന്നോട്ട് പോകുവാനും പ്രത്യാശയോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവിക ദാനമായി നമുക്ക് തരുന്ന ഓരോ ദിനവും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും അനുഭവമായി മാറ്റപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ ദൈവമക്കൾക്കും സഭയുടെ ഔദ്യോഗിക വാർത്താമാധ്യമമായ JSCയിലൂടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ സന്തോഷം, പുതുവർഷത്തിൻ്റെ സമാധാനം, സൗഖ്യം, നല്ല ആരോഗ്യം എല്ലാവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.